യൂട്യൂബ് അല്ലെ, യൂട്യൂബിലെ വീഡിയോസ് മൊത്തം, പ്രത്യേകിച്ച് ബിഗ് ബോസിലെ വീഡിയോസ് ഇടുന്ന മഹാന്മാരൊക്കെ എന്തുകൊണ്ടാണ് എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നത്? അതായത് ഞാനൊരു മോശക്കാരിയാണ്, ഞാൻ കള്ളിയാണ്, ഞാനൊരു വൃത്തികെട്ട സ്ത്രീയാണ്, ഞാനൊരു സാധനമാണ്, ഒരു പിശാചാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? വൈ ഓൾവേസ് മീ? അതിൻ്റെ ഉള്ള റീസൺ പറയാം. പിന്നെ ബിഗ് ബോസ്, അതെ ബിഗ് ബോസ് കേസിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് കൊണ്ടിട്ടുണ്ട്. ആ കേസ് ആർക്കാണ് കൊണ്ടത്? അയാൾ ഇപ്പം 2-3 വീഡിയോകളായിട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാനിത് പറയുമ്പം ശരിക്കും PR 16 ലക്ഷത്തിന്റെ PR കിട്ടിയ ആൾക്കാരൊക്കെ പുറത്തേക്ക് എനിക്കെതിരെ വീഡിയോ ആയിട്ട് ഇറങ്ങുന്നു. അവരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കൈയോടെ പിടിക്കാം. കാര്യം ഇപ്പൊ അവർക്ക് സപ്പോർട്ട് ഈ ഫാൻസുകാർ, ആർമിക്കാരുണ്ട്. പക്ഷെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് അവരെ കാണാം. 16 ലക്ഷത്തിന്റെ PR കൈപ്പറ്റിയ ആൾ ബിഗ് ബോസ് സീസൺ 9 ഞാനാണ് താരം, ഫസ്റ്റ് ഞാൻ. എടി ഡോക്ടർ രേവതി, നീ എവിടത്തെ ഡോക്ടർ അടി? മനസ്സിലായോ? തമ്മനയിൽ ഈച്ച കോപ്പി അടിച്ചവൻ കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് എൻ്റെ പുറകെ നടന്ന്, അതെ തമ്മനയിൽ ഈച്ച കോപ്പി അടിച്ച് ചേച്ചിയുടെ ബുക്ക് എവിടെ നിന്നാണ്, എന്നിട്ടാണ് എന്നെ ബുക്ക് വെച്ച് കളിയാക്കണത്. ചേച്ചി എഴുതുന്ന ബുക്ക് ഏത് ബ്രാൻഡിൻ്റെത്, ചേച്ചി എഴുതുന്ന പെന്ന് ഏത് ബ്രാൻഡിൻ്റെത്, ചേച്ചിയുടെ പുറകിലത്തെ കണ്ണ് എങ്ങനെയാ ചേച്ചി മേടിച്ചത്, ചേച്ചിയുടെ കസേര എവിടെ നിന്നാ ചേച്ചി, ചേച്ചിയുടെ കമ്മൽ എവിടെ നിന്നാ ചേച്ചി, ചേച്ചി ഇടുന്ന ഡ്രസ്സുകളൊക്കെ സൂപ്പർ ചേച്ചി എന്നൊക്കെ പറഞ്ഞ്, ചേച്ചിയുടെ റിവ്യൂ സൂപ്പർ ചേച്ചി എന്നും പറഞ്ഞ് 3 കൊല്ലം മുന്നേ എൻ്റെ പുറകെ വന്നതാ. എൻ്റെ തമ്മനയിൽ മേക്കർ ഏതാണ് ചേച്ചി, ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞും കൊടുത്ത്. പിന്നെ അങ്ങോട്ട് ഈച്ച കോപ്പി. പുള്ളിക്കാരൻ ഇതിൽ കുടുങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞ ആരെന്നറിയാമോ? ചന്ദ്രൻകുട്ടി, ബിഗ് ബോസ് സീസൺ 7. ഇവനാണ് ആദ്യം. എൻ്റെ ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ, എന്നെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന ഉദ്ദേശം എന്നറിയാം. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് 16 ലക്ഷത്തിന്റെ PR, 12 ലക്ഷം, 20 ലക്ഷത്തിന്റെ PR ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർക്ക് കയ്യിൽ കിട്ടണം. പൈസ കയ്യിൽ കിട്ടണമെങ്കിൽ എന്താ ചെയ്യണം? ഒന്നാമത് സ്പോയിലർ ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റൂല പണ്ടത്തെ പോലെ. ബിഗ് ബോസ് എൻ്റെ മോള് പൂട്ടിട്ട് അതിൻ്റെ ഉള്ള കാര്യം ഞാൻ വായിച്ചു തരാം. അതൊക്കെ ഞാൻ വായിച്ചു തരാം, നിങ്ങൾക്ക് വായിച്ചു തരാം. എന്താണ് ചെയ്തത്, ഏതിലാണ് പൂട്ട് വീണത്, ഏത് വീഡിയോയ്ക്കാണ് പൂട്ട് വന്നതെന്നൊക്കെ പറഞ്ഞു തരാം. പിന്നെ ഇവർ ഈ പോയ കണ്ടസ്റ്റൻസ്, PR കൊടുത്ത് പോയ കണ്ടസ്റ്റൻസ് തിരിച്ചു വന്നാലേ, അത് മാത്രമല്ല ബിഗ് ബോസ് ഷോ ജയിച്ചാലേ പൈസയൊക്കെ എങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ പങ്ക് പറ്റാൻ പറ്റുള്ളൂ. മാക്സിമം ഈ ബാക്കിയുള്ള 15 ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് റിവ്യൂ പറയുന്നത്. അപ്പൊ ഞാൻ ഇവരുടെ ഗെയിമിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാൽ ഇവരുടെ ജയസാധ്യത കുറയുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് എനിക്കെതിരെയുള്ള ഡീഗ്രേഡിങ് നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ മാക്സിമം എന്നെ താറടിച്ച് കാണിക്കുക. കൂടെ സപ്പോർട്ടായിട്ട് കുറെ ഫാൻസും PRകളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ വരും. അതിനു വേണ്ടി. അപ്പൊ എന്നാലേ ഇവർക്ക് പൈസ കിട്ടുള്ളൂ. ഇവർക്ക് പൈസ കൊടുത്തിട്ടല്ല പോയേക്കണത്, വന്നു കഴിഞ്ഞിട്ടാണ് ഇവർക്ക് പൈസ കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഇത് കിട്ടണമെങ്കിൽ വർക്ക് ചെയ്യണ്ടേ? കഷ്ടപ്പെട്ട് കിടന്ന് എനിക്കെതിരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചന്ദ്രൻകുട്ടിയെ കൊണ്ട് ബിഗ് ബോസിന് ശല്യമാടാ. എന്റെ പൊന്നു, നിങ്ങൾക്ക് കേൾക്കണോ? അയ്യോ, ബിഗ് ബോസ് മലയാളം, ബിഗ് ബോസ് തമിഴ്, ഇവർക്കൊന്നും ഇരിക്കപ്പുറത്ത് ചന്ദ്രൻകുട്ടി കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ എന്താണ്, അവരുടെയൊക്കെ കാല് പിടിക്കുക, കരയുക. എന്നെങ്കിലും എത്ര നാളായിട്ടെന്നറിയാം അവരുടെ കാല് പിടിച്ച് കരഞ്ഞ് എന്നെ ഒന്ന് കയറ്റുമോ, മലയാളം ബിഗ് ബോസിൽ അല്ലെങ്കിൽ തമിഴ് ബിഗ് ബോസിലെങ്കിലും കയറ്റുമോ. ഞാൻ പറയണത്, ഞാൻ അപ്പോഴും വിചാരിച്ച് പാവം, ഞാൻ ഇത് അറിഞ്ഞപ്പോഴും കഷ്ടം തന്നെ. എങ്ങനെയെങ്കിലും അടുത്ത സീസണിലെങ്കിലും ഇനി ഒന്ന് കയറ്റ്, സമാധാനം കിട്ടട്ടെ നമുക്ക്. അല്ലെങ്കിൽ അവർക്ക് ശല്യം. അത് മാത്രമല്ല, വേറെയും ഉണ്ട് കേട്ടോ ഈ കേസ് കേക്ക്. ഇവൻ BB അംഗങ്ങളെ, ബിഗ് ബോസ് ക്രൂവിനെ കടന്നിട്ട് പൈസ അവരെടുത്ത് പോയിട്ട് ചോദിക്കണേ, നിങ്ങൾക്ക് ഇത്ര പൈസ തരാം. അങ്ങനെ ആ സംഭവം അത് അവര് കയ്യോടെ പിടിച്ച്. വേറൊരു സംഭവം നടന്നു. ഈ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങുന്നതിന് മുന്നേ ഈ ലൊക്കേഷനിലേക്ക് ഇവൻ 2-3 പേരെ അയച്ചേക്കുന്നു. ആര്? നമ്മുടെ ചന്ദ്രൻകുട്ടി. ബിഗ് ബോസ് സീസൺ 7 ഞാനാണ് ആദ്യം എല്ലാം ഇടുന്നത്, അപ്പൊ എനിക്ക് ലവളക്കാട്ടിയും കൂടുതൽ എനിക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞ് എന്നോട് മത്സരിക്കാനാണെന്ന് തോന്നുന്നു. എന്നിട്ട് ആ ബിഗ് ബോസ് ലൊക്കേഷനിലേക്ക് പൈസ കൊടുത്ത് 2 പേരെ വിട്ടിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? അവര് കയ്യോടെ പിടിച്ച് മൊബൈൽ അവർ ഇൻഫർമേഷൻ അവിടെ നിന്ന് ആര് വരുന്നു, ആര് കയറുന്നു, ആരാണ് ഇപ്പൊ കയറിയത്. അപ്പൊ ആദ്യം ഇടാൻ വേണ്ടിയിട്ടുള്ള തൊന്തരവില് ആദ്യം ഇടണമല്ലോ ന്യൂസ്. എന്നിട്ട് പറയാം ഞാനാണ് ആദ്യം. അതിന്റെ ഒരു ഇതിനകത്ത് അവിടെ ബിഗ് ബോസ് മെമ്പേഴ്സ് അവരെ കൈയോടെ പിടിച്ച് ഈ 2 പിള്ളേരെ പൈസ കൊടുത്ത്. എന്നിട്ട് എന്ത് പറ്റിയെന്നറിയാമോ? അതുകൂടാതെ ഇനിയും സംഭവങ്ങളുടെ ഭയങ്കര പെരുമഴ, ശല്യം എന്ന് പറഞ്ഞാൽ പൊതുശല്യം. അപ്പൊ എങ്ങനെയെങ്കിലും ഇവർ ശല്യം സഹിക്കാതെ ഇവർ മിക്കവാറും അടുത്ത കൊല്ലമെങ്കിലും എടുക്കും കേട്ടോ ബിഗ് ബോസിലേക്ക്. എന്തായിരുന്നാലും വന്ന കാര്യങ്ങൾ ഞാൻ വായിക്കാം. നോട്ടീസ് ഫോർ അൺഓതറൈസ്ഡ് ഡിസ്ക്ലോഷർ ഓഫ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ, മിസ്അപ്രോപ്രിയേഷൻ ആൻഡ് ക്രിമിനൽ ഇൻഡ്യൂസ്മെന്റ് റിലേറ്റിംഗ് ടു ജിയോ സ്റ്റാർ പ്രോഗ്രാം. ലാലേട്ടൻ ആദ്യം വാർണിംഗ് തന്നു. അപ്പൊ ഞാൻ നിർത്തി.
ഞാൻ കറക്റ്റ് ചെയ്തു. പിന്നെയും അവരെ ധിക്കരിച്ചുകൊണ്ട് പിന്നെയും ഇട്ടതിന് കൊടുത്തതാണ്. ഏത് വീഡിയോയ്ക്കെന്ന് അറിയാമോ? നിങ്ങൾ പോയി തപ്പി നോക്കണേ. ഞാനാണ് ആദ്യം പറയുന്നത്. എൻ്റെ വീഡിയോ തപ്പി നോക്കിയാൽ മതി. ഏത് വീഡിയോയ്ക്ക്? ഒനിൽ ഔട്ടായി മക്കളെ, സാബുമാൻ വീണ്ടും രക്ഷപ്പെട്ടു. ആ വീഡിയോ അവിടെ ഉണ്ടാവൂല. അതിനാണ് ആദ്യം അവർ കേസ് കൊടുത്തത്. രണ്ടാമത്തത് ജിസേൽ ഔട്ടായി, ജിസേൽ എവിക്റ്റഡ്. എൻ്റെ പൊന്നെ, എന്താ ഇത്? ഈ 2 വീഡിയോയ്ക്കാണ് അവർ കേസിലേക്ക് പോയിരിക്കുന്നത്. 2 തരത്തിലുള്ള കേസാണ് വന്നേക്കുന്നത്. ഒന്ന് സിവിൽ മിസ്കണ്ടക്ട്, രണ്ടാമത്തത് ക്രിമിനൽ ഒഫൻസ്. ഈ 2ലുമാണ് ഇവന് കേസ് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ തുള്ളിച്ചാടി എനിക്കെതിരെ. ഞാനിപ്പോൾ മറ്റേ രാജപ്പൻ വീഡിയോ ഇട്ടില്ലേ, രാജപ്പൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു കേസുകാരൊക്കെ ഇപ്പൊ ഇറങ്ങും. അപ്പത്തേക്ക് എനിക്കെതിരെ വീഡിയോ ഇട്ടാൻ വെറുതെ വന്നതാ. എനിക്കെതിരെ വീഡിയോ ഇടലോടില്ല. അപ്പോഴേ മനസ്സിലായി ഇവന് മറ്റത് കൊണ്ടിട്ടുണ്ടെന്ന്, കേസിന്റെ കാര്യം. എന്നാ പിന്നെ അങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ ആദ്യത്തെ കേസ് സിവിൽ മിസ്കണ്ടക്ട്, ഇൻഡ്യൂസ്മെന്റ് ടു ബ്രീച്ച് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ഇമ്പോസ്ഡ് ഓൺ ക്രൂ മെമ്പേഴ്സ്. മനസ്സിലായില്ലേ? ക്രൂ മെമ്പേഴ്സിനെ ശല്യം ചെയ്യലും. Misappropriation and unauthorized exploitation of JioStar proprietary and confidential content, and unfair competition and systematic misappropriation leading to loss of exclusivity. ഇത് ഒരുപാട് പേർക്ക് ഇത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മറച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ കാര്യത്തിൽ. പക്ഷെ അതാ എങ്ങനെയാ അറിഞ്ഞ് അൺജസ്റ്റ് കമേഴ്ഷ്യൽ എൻറിച്ച്മെന്റ് അറ്റ് എക്സ്പെൻസ് ഓഫ് ജിയോ ഹോട്ട്സ്റ്റാർ. ഇനി അടുത്ത ക്രിമിനൽ ഒഫൻസ് വന്നേക്കുന്നത് ചീറ്റിംഗ് ആൻഡ് ഡിസ്ഹോണസ്റ്റ് ഇൻഡ്യൂസ്മെന്റ് ബൈ ഫ്രോഡുലന്റ്ലി ഇൻഡ്യൂസിംഗ് ക്രൂ മെമ്പേഴ്സ് ടു ആക്ട് ഇൻ ബ്രീച്ച്. കേട്ടാ ഞാൻ പറഞ്ഞത്, ഓഫ് ദെയർ ഡ്യൂട്ടീസ്. അവരെ പോയിട്ട് അവർക്ക് പൈസ വാഗ്ദാനം ചെയ്ത് thereby causing wrongful gain to yourself and wrongful loss of JioStar, including loss of exclusivity. Criminal conspiracy by colluding with others in procuring and publishing confidential information relating to our programs. Dishonest misappropriation of property by appropriating, publishing and commercially exploiting JioStar's property content without authority. Offences under the Information Technology Act 2000, including unauthorized access, transmission and dissemination of data and information protected by JioStar's internal security measures and protocols. കേട്ടാ മക്കളെ, എടുത്തു വെച്ച് വായിക്കേട്ടാ. സ്വന്തമായിട്ട് കിട്ടിയത് ഒന്നും കൂടെ എടുത്ത് വായിച്ചു നോക്കണേ. ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ JioStar കൊടുത്ത ഇവർക്കുള്ള നോട്ടീസാണ്. അപ്പൊ ഇത് ഞാൻ കേസെന്ന് പറഞ്ഞപ്പം ഇവന് കൊണ്ട്, അയ്യോ എനിക്ക് കൊണ്ടല്ല, അപ്പൊ അങ്ങ് വീഡിയോ ഇട്ടേക്കാം എന്നും പറഞ്ഞ്. എന്നിട്ട് ഞാൻ ഇവിടെ ബുക്കിനെയൊക്കെ കാണിച്ചല്ല. എടാ പൊന്നു മോനെ, ഞാൻ എഴുതുന്ന ബുക്ക് ഏതാണ്, പെൻ എഴുതാന്ന് വരെ നീ എന്നോട് ചോദിച്ചിട്ടുണ്ട് 3 കൊല്ലം മുന്നേ. ഇപ്പൊ നീ എന്നെ ഇതാക്കാൻ വേണ്ടി വന്നേക്കുന്നത്. പുച്ഛമാണ് നിന്നോടൊക്കെ തോന്നുന്നത് കേട്ടോ. നീ കിടന്ന് കഷ്ടപ്പെട്ട് അടുത്ത കൊല്ലമെങ്കിലും കയറാൻ നോക്കും. ഞാൻ സത്യം പറഞ്ഞ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അടുത്ത കൊല്ലമെങ്കിലും കയറുക, സത്യം. പിന്നെ 16 ലക്ഷത്തിന്റെ PR കൈപ്പറ്റി ഇരിക്കുകയാണ് നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ വർഷം നിന്റെ മുഖമൊക്കെ നന്നായിട്ട് മാറിയിട്ടുള്ളതും, കാര്യങ്ങൾ നിഷ്പക്ഷത എന്നൊക്കെ മാറി 16 ലക്ഷത്തിൻ്റെതൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ 16ഉം 18ഉം 20ഉം ഒക്കെ ലക്ഷത്തിന്റെ കൈക്കൊണ്ടിരിക്കുമ്പം അപ്പോൾ ഒന്ന് ഓർക്കണം, മനസ്സിലായോ? ഒന്ന് ഓർക്കണം, വന്ന വഴി അതും കൂടെ ഒന്ന് ഓർക്കണം എന്താണെന്നുള്ളത് കേട്ടോ. ബിഗ് ബോസ് സീസൺ 7. ഓ ചേച്ചിയുടെ ഇൻട്രൊഡക്ഷൻ എന്ത് നല്ലത് എന്നൊക്കെ പറഞ്ഞ് പലരെയും, എന്നെപ്പോലെ തന്നെ പലരെയും പറ്റിച്ചാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. നന്നായി വരട്ടെ. പക്ഷേ നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ, ബിഗ് ബോസിൽ ആൾക്കാരെയൊക്കെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അവർ ശല്യം സഹിക്കാൻ വയ്യാതെ തന്നെയായിരിക്കും അടുത്ത സീസണിലെങ്കിലും ഇവനെ എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കണത്. എടുക്കണം. എങ്ങനെ? ആ തമിഴ് സീസണിലും കന്നഡ സീസണിലും പോയി ശല്യപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞിട്ട്. സോ എങ്ങനെയെങ്കിലും ഈ മകനെ ഒന്ന് എടുത്ത് സഹായിക്കും ബിഗ് ബോസ് അടുത്ത സീസണിലെങ്കിലും. എനിക്ക് വളരെ സന്തോഷം. കാര്യം ഞാൻ അവർക്ക് ശല്യം സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായിരുന്നാലും മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഈ പുള്ളിക്കാരന് പൊളിയാനുള്ള കാരണം. എനിക്കെതിരെ ഇപ്പൊ 2-3 വീഡിയോ ആയിട്ട് വരുന്നില്ലേ, ഇതാണ് സംഭവം. പിന്നെ എപ്പോൾ നോക്കിയാലും കമന്റ് ബോക്സ് ഓണാക്കെന്ന് പറയുന്നുണ്ട്. കമന്റ് ബോക്സ് ഞാൻ ഓണാക്കത്തില്ല. അത് എനിക്കെതിരെ വരുന്ന സംഭവങ്ങൾ എനിക്ക് കിട്ടാം. ഞാൻ എത്ര കൊല്ലമായിട്ട് സൈബർ അറ്റാക്ക് നേരിടുന്നു. നിങ്ങളെല്ലാവരും എനിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു കുഴപ്പം, ഞാൻ ധൈര്യമായിട്ട് തന്നെ നേരിടുന്നുണ്ട്. എൻ്റെ കമന്റ് ബോക്സ് ഞാൻ ഓഫാക്കി വെക്കാൻ കാരണം PR വന്ന് കമന്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് നടന്നതെന്നുള്ളത് ജനങ്ങൾക്ക് വേറെ തെറ്റായ രീതിയിൽ മാനിപ്പുലേഷൻ നടന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കമന്റ് ബോക്സ് ഉപയോഗിക്കേണ്ട. ഒരു യൂട്യൂബർ സ്വന്തം കമന്റ് ബോക്സ് എന്തിനാണ് വേണ്ടി വെച്ചേക്കണമെന്ന് അറിയാമോ? ഒരു ക്രിയേറ്ററിന് സ്വന്തം കമന്റ് ബോക്സ് വെച്ചേക്കുന്നത് പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബറിനും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബിഗ് ബോസിന്റെ കമന്റ് ബോക്സ് യൂസ് ചെയ്യുന്നത് PR വേണ്ടിയിട്ടാണ്. അതായത് അവര് ഗെയിമിനെ നമ്മുടെ പ്രേക്ഷകര്, അതായത് ഇപ്പൊ 1 മില്യൺ വാച്ച്, 1 മില്യൺ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഏഷ്യാനെറ്റിന്റെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ 1 മില്യൺ ആൾക്കാരിലേക്ക് 1 മില്യൺ ആൾക്കാർ ഈ ഒരു കമന്റ് വായിക്കും. അപ്പം എന്താണോ അതിനകത്തുള്ളത് ഇത് അവരെ മിസ്ഗൈഡ് ചെയ്തു പോകും. ഈ ഒരു കമന്റ് മതി അവർ മിസ്ഗൈഡ് ആവാൻ വേണ്ടിയിട്ട്. ഇവർ നേരത്തെ
ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കമന്റ് ഉണ്ടാക്കി വെക്കും. ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സിലോ എൻ്റെ കമന്റ് ബോക്സിലും കൊണ്ട് വെച്ചിട്ട് ഇവർ എവരുടെ ആർമിക്കാരെയും PR-കാരെയും കൊണ്ട് ഇതിനെ ലൈക്ക് അടിപ്പിക്കും. ലൈക്ക് കൂടുതൽ അടിക്കുന്നതിനെ ടോപ്പ് കമന്റിലേക്ക് വരും. ടോപ്പ് കമന്റുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ടോപ്പ് കമന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടന്ന കമന്റ്. പിന്നെ എൻ്റെ വീഡിയോയ്ക്കകത്ത് വന്നിട്ട് ഞാൻ ഏതെങ്കിലും ഗെയിം നെഗറ്റീവായിട്ട് ഏതെങ്കിലും കണ്ടസ്റ്റന്റ് നെഗറ്റീവായിട്ട് ഗെയിം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങളൊരു മോശം റിവ്യൂവറാണ്, നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് എൻ്റെ വീഡിയോനെ, അതായത് ഞാൻ എന്താണോ റിവ്യൂ പറഞ്ഞേക്കണേ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞേക്കണത്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞേക്കണത് പറഞ്ഞ് വന്ന് തംബ്നെയിലിടും. ആ തംബ്നെയിലല്ല കമന്റ് ഇടും. അത് കണ്ടിട്ട് ആൾക്കാർ എൻ്റെ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഞാൻ എന്താണോ പറയണത് അത് മാത്രം ആൾക്കാർ കേൾക്കുക. ആൾക്കാർ ഒരു തരത്തിലും എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ബോക്സ് PR-കളുടെ കമന്റ് കണ്ട് ഒരിക്കലും മാനിപ്പുലേറ്റഡ് ആവരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കമന്റ് ബോക്സ് ഓഫാക്കി വെച്ചേക്കുന്നത്. എന്നെ ഇഷ്ടം പോലെ ആൾക്കാർ തെറി പറയുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ എനിക്ക് സൈബർ അറ്റാക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും ഞാൻ വന്ന് കുളിച്ച് എൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് കിട്ടി കേട്ടോ, എൻ്റെ മോക്ക് ഫസ്റ്റ് കിട്ടി, എനിക്ക് ഒരുപാട് സന്തോഷം. അവളുടെ ആദ്യത്തെ കോമ്പറ്റീഷനാണ്. സ്റ്റേജിൽ അവൾ കളിച്ചിട്ടുണ്ടെങ്കിലും അവൾ ആദ്യമായിട്ടാണ് ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നത്. നമ്മുടെ കേരള സർക്കാരിൻ്റെ ശിശുക്ഷേമ സമിതിയുടെ പ്രോഗ്രാം ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിനെ പറയുന്നതിൽ എനിക്ക് ഇതുണ്ട് കേട്ടോ, കാര്യം ഇതിൻ്റെ ഒന്നും ഇടയ്ക്ക് പറയാൻ പാടില്ല. അപ്പം കാര്യം എൻ്റെ കുഞ്ഞിനെ വരെ എടുത്തു വെച്ച് പറയും, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായിരുന്നാലും അതുകൊണ്ടാണ് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരിക്കലും ഒരു PR-കളെയും ഞാൻ ഈ കമന്റ് ബോക്സ് ഏൽപ്പിക്കില്ല. കാര്യം എൻ്റെ ചാനലിൽ വന്ന് അങ്ങനെ നിങ്ങളിപ്പം നിങ്ങളുടെ ആൾക്കാരെ വെളുപ്പിക്കണ്ട. എൻ്റെ വീഡിയോ കണ്ടിട്ട് പോവുക, അത്രയേ ഉള്ളൂ. ഹൈപ്പ് ചെയ്യുക, പോവുക, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. സോ ഇതാണ് സംഭവം. തംബ്നെയിൽ കോപ്പി അടിച്ച് കുറേ വ്യൂ ഉണ്ടാക്കി. എൻ്റെ തംബ്നെയിലാണ് കോപ്പി അടിച്ചുകൊണ്ട് പോയിട്ട് ഈ പുള്ളിക്കാരൻ കുറേ വ്യൂ ഉണ്ടാക്കിയത്. എന്നിട്ട് എല്ലാ ഈച്ച കോപ്പി, ഞാൻ എഴുതണത് എങ്ങനെയാ, ഞാൻ പറയുന്നത് എങ്ങനെയാ, ഞാൻ എങ്ങനെ, അത് ഇത് എല്ലാ കുന്തവും കോടച്ചക്രം വരെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ സീറ്റും കൂടെ എടുത്തോണ്ട് പോകാനേ ബാക്കിയുള്ളൂ. ഇവൻ അത്രമാത്രം കോപ്പി ക്യാറ്റാണ് എല്ലാം. ഞാൻ ഒരു സ്മൈലി ഇടുന്നെങ്കിൽ 10 സ്മൈലി ഇട്ട് വെക്കും. അങ്ങനെ കോപ്പി ക്യാറ്റ് നാളെ ഇല്ലല്ലോ നിനക്ക് വന്ന് കിടന്ന് ഇങ്ങനെ പറയാൻ. പറഞ്ഞ പോലെ മറ്റേ PR-കൾ 16-17 ലക്ഷത്തിൻ്റെ ഫാൻസുകാരുണ്ടല്ലോ ഇപ്പോൾ കൂടെ, അതിൻ്റെലാണ് നെഗളിക്കുന്നത്. നിങ്ങൾ നെഗളിച്ച ഒരു കുഴപ്പമില്ല. എൻ്റെ കൂടെ ജനങ്ങളുണ്ട്, എൻ്റെ വീഡിയോസ് ജനങ്ങൾ കാണുന്നുണ്ട്, എനിക്ക് ഒരു നെഗളിപ്പുമില്ല. എനിക്ക് ഇത്രയും അറ്റാക്ക് കിട്ടുന്നുണ്ട്. എന്നെ മാത്രം അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഇതാണ്. മനസ്സിലായില്ലേ? കാര്യം ഇവർക്ക് ഇനിയിപ്പം ആരും വലിയൊരു വിജയിയല്ല. ഇതിനകത്ത് അനു ആണെങ്കിലും അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും നൂറ എല്ലാവരും ഒരേപോലെ നിൽക്കുന്നത്. ഇവരിൽ ആർക്ക് വേണമെങ്കിലും വിജയ സാധ്യത കൂടുതലാണ്. കാര്യം ആരും പ്രത്യേകിച്ച് വലുതായിട്ട് കളിക്കുന്നില്ല. എല്ലാവരും ഒന്നാമത്തെ കാര്യം ഇവരൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുക. ഇവർ ഓപ്പോസിറ്റ് കളിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് വരുന്ന വോട്ടെല്ലാം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇതിനിപ്പോൾ കിടന്ന് കഷ്ടപ്പെടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? എന്നെ ഡീഗ്രേഡ് ചെയ്യണം. എന്നെ ഡീഗ്രേഡ് ചെയ്ത് ഞാൻ മോശമാണ്, ഞാൻ മോശം റിവ്യൂ ആണ് ഇടുന്നതെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കണം. സോ അതാണ് ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, സത്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ, സത്യം ദൈവം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നീ ഇവിടെ കിടന്ന് ഈ ബാക്കിൽ കിടന്ന് നിങ്ങളൊക്കെ കാണിച്ച് കൂട്ടുന്നത് ഒരു നാൾ പുറത്ത് വരും. ഞാൻ ഇവിടെ മിക്കുകയാണ് പച്ചയ്ക്ക്, എന്തോ പറഞ്ഞു ഒരു കുഴപ്പമില്ല. പക്ഷേ സത്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇത് പുറത്ത് വരിക തന്നെ ചെയ്യും. കിടന്ന് കഷ്ടപ്പെടാം. അന്ന് എന്നിട്ട് നീ എൻ്റെ മോളിൻ്റെ അല്ലെങ്കിൽ ജിയോ സ്റ്റാറിൻ്റെ ഇത് കിട്ടിയിട്ട് എൻ്റെ മോളിൻ്റെ കേസ് വന്ന ശേഷം ഒന്നല്ലോ ആരുടെയൊക്കെ കാല് പിടിച്ച് കരച്ചിലായിരുന്നു. മോങ്ങി കരഞ്ഞ് വിളിച്ച് കിടന്ന് കാല് പിടിച്ച് പലരെയും കൊണ്ട് വിളിപ്പിക്കുന്നു, കരയുന്നു, എന്തൊക്കെയായിരുന്നു. എന്നിട്ടാണല്ലോ ഈ വന്ന് കിടന്ന് ചെയ്യുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാന്ന് പറ, നടന്നിട്ടില്ല എന്ന് പറ, കരഞ്ഞ് കാല് വിളിച്ചത്. എന്നിട്ട് സൈഡിൽ എനിക്ക് ജലദോഷമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഏതോ ഒരു വീഡിയോ ചെയ്യുന്ന ആള് നിനക്ക് കേസ് കിട്ടിയ കാര്യം പുറത്താക്കി. അപ്പത്തേക്കും അയ്യോ ജനങ്ങളൊക്കെ അറിഞ്ഞു. താഴെ കമന്റ് വരാൻ തുടങ്ങി. അപ്പൊ തന്നെ ഒരു തോർത്തും സൈഡിലെടുത്ത് വെച്ചോണ്ട് എനിക്ക് ജലദോഷമാണേ, സംഭവം എന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഇരുന്ന് കരയുക, 2 ദിവസമായിട്ട് കിടന്ന് കാല് പിടിക്കുക. അവിടെ പോയിട്ട് ചാനലിന്റെ ആൾക്കാരെടുത്ത് അവർ കൈയൊടിഞ്ഞ്. കാര്യം കേസ് വന്നേക്കണത് എൻ്റെ മോളെന്നാണ് വന്നേക്കണത്, ചാനലല്ല കൊടുത്തേക്കുന്നത്. അപ്പം മതി മോനെ, നിർത്ത് കേട്ടോ ചാട്ടം. എന്തിനാണ് ഈ കിടന്ന് ചാടുന്നത്? എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്? മര്യാദയ്ക്ക് റിവ്യൂ ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കാൻ നോക്ക്. നല്ല രീതിയിൽ റിവ്യൂ ചെയ്യ്. പണ്ടൊക്കെ കുറച്ചൊക്കെ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പം PR മേടിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഈ വർഷം താങ്കൾ 16, 20, 30 ഒക്കെ കൈക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് ക്ലിയർ കട്ടാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും മേടിക്കാത്തത് ഞാനാണെന്നും എനിക്ക് മനസ്സിലായി. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കെതിരെയാണ് അറ്റാക്ക്. ഞാൻ എന്ത് മേടിക്കാനാണ്? ഒന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ യൂട്യൂബ് റവന്യൂ ആയിട്ട് ഞാൻ. പക്ഷേ ഇതെല്ലാവരും നിങ്ങൾ നോക്ക്, നിങ്ങൾ തന്നെ കണ്ണു തുറന്ന് നോക്ക് ജനങ്ങളെ. ഇവരെല്ലാവരും എനിക്കെതിരെയാണ് പറയണത്. എന്തുകൊണ്ട്? വൈ? അതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് ഞാൻ?
എന്തുകൊണ്ട് എന്നെ ഡീഗ്രേഡ് ചെയ്യുന്നു? അതാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങൾ തന്നെ, അതായത് ഈ ഡീഗ്രേഡ് ചെയ്യുന്ന ഈ യൂട്യൂബേഴ്സാണ് തെളിവ്. അവരുടെ യൂട്യൂബ് വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മനസ്സിലായോ എന്തൊക്കെയാണ് തെളിവെന്നുള്ളത്? യൂട്യൂബ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരുടെയൊക്കെ PR ആണെന്നുള്ളത്. സോ PRന്റെ കാശ് കിട്ടാൻ മക്കൾക്ക് വൈകും. മക്കളൊരു കാര്യം ചെയ്യ്, സീസൺ കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യ്. അതുവരെ എന്നെ ഇരുന്ന് അവിടെ ഡീഗ്രേഡ് ചെയ്യ്. മതി, ഡീഗ്രേഡിങ് മതി, ഞാനാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ. അവിടെ ഇരുന്ന് അത് മാത്രം അവിടെ ഇരുന്ന് ചെയ് കേട്ടോ. എന്നെ നോക്കി എന്നെ പോലെ തന്നെ ഉണ്ട് ഇപ്പം. ഞാൻ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നില്ലേ? അതെ, എന്നെ കണ്ടിട്ടല്ലേ ചെയ്യാൻ തുടങ്ങിയത്. അത് ചെയ്തോ, അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മക്കൾ അവിടെ ഇരുന്ന് ചെയ്തോ കേട്ടോ. അപ്പൊ എന്തായിരുന്നാലും ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം എന്താണെന്ന്? ഇതാണ് സംഭവം. ഇപ്പൊ ഈ കേസ് കിട്ടിയ പാട്, ഞാൻ ഈ കേസിന്റെ കാര്യം വിളിച്ച് പറഞ്ഞ പാടാണ് തുടങ്ങി ഇളകി, മൂടോടെ ഇളക്, ഇനിയും മൂടോടെ ഇളകിക്കോ കേട്ടോ. അപ്പൊ എന്തായിരുന്നാലും ജനങ്ങളെ, ഇതാണ് സംഭവം. എന്റെ പുറകെ നടന്ന് എന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ള സംഭവം ഇതാണ്. മനസ്സിലായോ? എന്തുകൊണ്ട് ഞാനെന്ന് നിങ്ങൾ ചോദിക്കുന്നില്ലേ? അതാണ്. കമന്റ് ബോക്സ് ഓഫ് തന്നെ ആയിരിക്കും. ഒരു PRനും ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത എന്റെ ചാനലാണ്. പിന്നെ ഇവന്റെയൊക്കെ കമന്റ് ബോക്സ് ഓൺ ആക്കി വെക്കുന്നത് എന്തിനെന്ന് അറിയാമോ? ഇവൻ ഒരിക്കലും ഈ PR എടുത്തവരൊന്നും കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കൂല. ഇനി അടുത്ത വർഷം എന്നെ കോപ്പി അടിച്ച് ഓഫ് ആക്കുവോ എന്തോ? കാര്യം എല്ലാം കോപ്പി അടിക്കണമല്ലോ. അപ്പൊ അടുത്ത കൊല്ലം ഞാൻ കമന്റ് ബോക്സ് ഓഫ് ആക്കുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് വരും, അതും കോപ്പി അടിച്ചോണ്ട്. എന്നെ അറ്റാക്ക് ചെയ്യുന്നു, എന്നെ ആരും അറ്റാക്ക് ചെയ്യുന്നില്ല, എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു. ചുമ്മായെ ഞാനത് പറഞ്ഞത് കൊണ്ട് അങ്ങനെ. ബിഗ് ബോസ് കോള് വന്നു, ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു ബിഗ് ബോസ് കോള് വന്നു എന്നുള്ളത്. ഉടനെ തന്നെ പുള്ളിക്കാർ അടുത്ത കൊല്ലം എന്നെ ബിഗ് ബോസ് വിളിച്ചിരുന്നേ, എവിടെന്ന് വിളിക്കാൻ? ഇതൊക്കെ നമുക്കറിയാം മോനെ. നിന്നെ ബിഗ് ബോസ് വിളിച്ചോ ഇല്ലയോ? നീ അവിടെ പുറകെ കാല് പിടിച്ച് കിടക്കാണെന്നറിയാം. അപ്പൊ നിന്നെ ശല്യം സഹികെട്ട് അടുത്ത കൊല്ലമെങ്കിലും നിന്നെ എടുക്കും എനിക്ക് ഉറപ്പാണ്. പോണം തീർച്ചയായിട്ടും കേട്ടാ. ഞാനിപ്പം അപ്പം പിന്നെ എന്നെ കോപ്പി അടിക്കുക. ഞാൻ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും കോപ്പി അടിക്കാണ്. ഞാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ബിഗ് ബോസിലേക്ക് ഇപ്പൊ ഇല്ല. അപ്പൊ അതും കോപ്പി അടിക്കുക. ഞാൻ ബിഗ് ബോസിലേക്ക് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ എന്ന്. അപ്പം അല്പമെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയിടാൻ നോക്ക്. പിന്നെ ഇവറ്റകളൊന്നും കമന്റ് ബോക്സ് ഓഫ് ആക്കൂല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ PR കമന്റ്സ് വേണം. കാര്യം ഇവർ PRകളാ. ഇവർക്ക് PR കമന്റ്സും ഇവർക്ക് ഈ മാനിപ്പുലേറ്റിംഗ് കമന്റ്സും എല്ലാം വേണം. അതുകൊണ്ടാണ് ഇവരെല്ലാം കമന്റ് ബോക്സ് ഓഫ് ആക്കാതെ ഓൺ ആക്കി വെച്ചേക്കുന്നത്. താഴെ പോയി നോക്കിക്കേ, എല്ലാം ഫാൻസും PRകളാ. മനസ്സിലായില്ലേ? അങ്ങനെ പുഷ്പിച്ച് മക്കൾ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.